ഹലോ ഗായ്സ്, Node.js സീരീസിന്റെ രണ്ടാമത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാനായിട്ട് പോകുന്നത് Node.jsന്റെ ബേസിക്സും അതുപോലെ തന്നെ ഒരു സെർവർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ സെർവറും ക്ലയന്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ റിക്വസ്റ്റും റെസ്പോൺസും സംഭവങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. ആൻഡ് ഇത് ഡീറ്റെയിൽ ആയിട്ട് നോക്കില്ല, കാരണം ഡീറ്റെയിൽ ആയി നോക്കുകയാണെങ്കിൽ കുറച്ച് അഡ്വാൻസ് ആയി പോകും. നിങ്ങൾ പതിയെ പതിയെ നമുക്ക് പഠിച്ചു കയറണം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ബേസിക്സ് കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, അതിനായിട്ട് ഞാൻ അവിടെ Node.js ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഞാൻ ജസ്റ്റ് അത് ഓപ്പൺ ചെയ്യുവാണ്. ആൻഡ് നമുക്ക് ഇവിടെ വന്നിട്ട് CMD എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഓക്കെ, CMD എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ആയി വരും. അവിടെ കോഡ് ഡോട്ട് എന്ന് അടിച്ചു കഴിഞ്ഞാൽ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് index.js എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് അപ്ലൈ ചെയ്യുന്ന സെയിം സംഭവം തന്നെയാണ് ഇതിലും ചെയ്യാനുള്ളത്. നമുക്ക് ഇവിടെ വാരിയബിൾസ് എന്തൊക്കെ വരുന്നു നോക്കാം. വാർ എന്ന് പറഞ്ഞൊരു ഡാറ്റ ടൈപ്സും അതുപോലെ തന്നെ വാരിയബിൾസ് എങ്ങനെയൊക്കെ ഡിക്ലെയർ ചെയ്യാം, ആ സംഭവങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. വാർ ഹെയ് കൊടുക്കാണ്. ജസ്റ്റ് ഒരു നമുക്കിവിടെ എന്തൊക്കെയുണ്ട്, സെയിം ജാവാസ്ക്രിപ്റ്റ് തന്നെ, അതായത് നമുക്ക് സ്ട്രിങ് ചെയ്യാം. അതുപോലെ തന്നെ വാറിൽ എന്ത് ചെയ്യാം, ഹലോ, നമുക്ക് നമ്പേഴ്സ് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വാർ പിന്നെ ഹേ എന്ന് പറയാം. ഓക്കെ, ഫിസിക്കൽ ടു ബൂളിയൻ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് വരുന്ന ഒരു ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ലെറ്റ് വരുന്നുണ്ട്. ലെറ്റിൽ ഹൗ എന്ന് കൊടുക്കാം. ജസ്റ്റ് ഇഷ്ടമുള്ള വാരിയബിൾസ് ഞാൻ ജസ്റ്റ് ഡിക്ലെയർ ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് കോൺസ്റ്റ് ഉണ്ട്. ഓക്കെ, കോൺസ്റ്റ്. ഓക്കെ, കോൺസ്റ്റിൽ വരുന്നത് ഏതാ, ആർ ഫോൾസ്. ഓക്കെ, നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ആൻഡ് നമുക്ക് ഇത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കൺസോളിലേക്ക് ചെയ്ത് നോക്കാം. ഒരു ലെറ്റും കൂടി കൊടുക്കാം അല്ലേ, യു. ഫൈൻ. ഓക്കെ, നമുക്ക് ഇങ്ങനെ കൊടുക്കാം. നമുക്ക് ഇവിടെ കൺസോൾ ലോഗ് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഞാൻ വാരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു, സംഭവം ചെയ്യുന്നു. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഹേ ഹലോ. ഇവിടെ 2 ഹേ ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് വാരൻ്റെ ഒരു കുഴപ്പമാണിത്. അത് നിങ്ങൾക്ക് ജാവാസ്ക്രിപ്റ്റിൽ അറിയുണ്ടാവും. കാരണം 2 ഹേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് റീഡിക്ലെയർ ആവും. ബട്ട് നമ്മളിവിടെ ലെറ്റിലാണ്, നമ്മളിവിടെ ഒരു ലെറ്റ് ആക്കി കഴിഞ്ഞാൽ ഇവിടെ ആക്ച്വലി എറർ അടിക്കും. ഓക്കെ, ആ സംഭവം നിങ്ങൾക്ക് അറിയുന്ന വിശ്വസിക്കുന്നു. സോ നമുക്കിവിടെ ഹേ മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും വയ്ക്കാം, ഹായ് എന്ന് വയ്ക്കാം. ഹായ്. ഓക്കെ, ഇവിടെ ഹേ ഹായ്. പിന്നെ അതുപോലെ തന്നെ ഹൗ ആർ യു. ഓക്കെ, നമുക്കിത് ഇത് പ്രിന്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ടെർമിനലിലേക്ക് വരാം. ഇതാണ് ടെർമിനൽ കേട്ടോ. ടെർമിനൽ ഇവിടെ വന്നില്ലെങ്കിൽ ഇവിടെ ടെർമിനൽ ക്ലിക്ക് ചെയ്യുക. ദെൻ ആഡ് ന്യൂ ടെർമിനൽ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെർമിനൽ വരുന്നതായിരിക്കും. ഓക്കെ, ടെർമിനൽ വന്നു കഴിഞ്ഞാൽ നോഡ് അടിച്ചിട്ട് നമ്മുടെ ഫയൽ നെയിം, ഇവിടെ എന്താ ഫയൽ നെയിം, index.js. ഓക്കെ, ആൻഡ് ക്ലിക്ക് എൻ്റർ. നമുക്ക് ഇവിടെ നമ്മുടെ സംഭവങ്ങളൊക്കെ വരുന്നതായിരിക്കും. സെയിം ആസ് ജാവാസ്ക്രിപ്റ്റ് ആൻഡ് Node.js ടെർമിനൽ, അതുപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റ് കൺസോളിൽ റൺ ആവണം. ഈ 2 ഡിഫറൻസ് മാത്രമാണ് ആക്ച്വലി വരുന്നത്. വേറെ പ്രത്യേകിച്ച് ഡിഫറൻസ് കാര്യങ്ങൾ ഇതിൽ വരുന്നില്ല. ആൻഡ് നമുക്ക് ഇനി ഇഫും ഫോർ ലൂപ്പും ഒക്കെ നോക്കാം. ഇഫ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് ജസ്റ്റ് ഞാൻ കണ്ടീഷൻ ട്രൂ എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ആൻഡ് ലോക്ക് ഹേ, സെയിം ഇഫ് തന്നെ. കണ്ടീഷൻ ട്രൂ ആയി കഴിഞ്ഞാൽ പ്രിന്റ് ചെയ്യും. കണ്ടീഷൻ ഫോൾസ് ആണ്. ഓക്കെ, ഫോൾസ്. നമുക്ക് ഒരു എൽസും കൂടി കൊടുക്കാം. ഓക്കെ, എൽസ് ലോഗ് നമുക്ക് ഇൻസൈഡ് എൽസ് നോ എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഞാൻ ഇവിടെ ഗിറ്റ് ഹബ് കോപ്പൈലറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, അത് ഓട്ടോ സജഷൻസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ദെൻ ഇവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നോന്ന് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നതായിരിക്കും. ഇവിടെ കണ്ടോ, നോന്ന് കിട്ടുന്നതായിരിക്കും. ആൻഡ് നമുക്ക് ഇനി എൽസ് ഇഫ് ചെയ്താൻ വേണ്ടിയിട്ട് എൽസ് ചെയ്താൽ ദെൻ കോമയുടെ ഇഫ് ചെയ്താൽ നമുക്ക് ഇവിടെ കണ്ടീഷൻ കൊടുക്കാം. ഇവിടെ ട്രൂ ആൻഡ് ഇവിടെ എൽസ്. ആൻഡ് ഓക്കെ, യെസ്. ഓക്കെ,
ഇവിടെ നോ തന്നെ കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഞാനിവിടെ ട്രൂ ഫോൾസ് എന്നൊക്കെ എഴുതുമ്പോൾ നിങ്ങൾക്ക് മേ ബി ഡൗട്ട് അടിക്കാം. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഒരു വാരിയബിൾ ഡിക്ലെയർ ചെയ്ത് കാട്ടുകയാണ്. ജസ്റ്റ് കണ്ടീഷൻ ട്രൂ ആയാലും ഫോൾസ് ആയാലും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആൻഡ് ഡൗട്ട് വരുന്നെങ്കിൽ ഞാൻ കാട്ടിത്തരാം. അതായത് വാർ ഇപ്പോൾ A=10. ഓക്കെ, ആൻഡ് A ഗ്രേറ്റർ ദാൻ 10 ആണെങ്കിൽ ഇത് പ്രിന്റ് ചെയ്യാം. ഓക്കെ, ആൻഡ് A ലെസ്സർ ദാൻ 10 ആണെങ്കിൽ ഇത് പ്രിന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് പ്രിന്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് നോക്കാം. നോ ആണ് ഞാൻ പ്രതീക്ഷിക്കുന്ന ഔട്ട്പുട്ട്. ആൻഡ് ബട്ട് യെസ് ഒന്നു. എന്താണ് കാരണം? ബിക്കോസ് ഇവിടെ 10-നേക്കാളാണ് ചെറുത്. 10-നേക്കാൾ ഈക്വൽ ടു ചെറുതായാലാണ് ഇതിൽ വരുന്നത്. ലെറ്റ് സി. നോ. ഓക്കെ, 10-നേക്കാൾ ചെറുതെന്ന് പറഞ്ഞാൽ 9 ഇവിടെ നമ്പർ വരുന്നത്. ലൈക്ക് ഇവിടെ 9 ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ആവും ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് 9 ഇട്ട് കഴിഞ്ഞാൽ നോ തന്നെയായിരിക്കും ഔട്ട്പുട്ട് കിട്ടുക. ജസ്റ്റ് നോർമൽ ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതുപോലെ തന്നെ സ്വിച്ച് ഞാൻ വെറുതെ ജസ്റ്റ് കാട്ടിത്തരാം. സ്വിച്ച് നേതാ. അതിൻ്റെ ഇവിടെ സ്വിച്ച് A. ഓക്കെ, കേസ് 1 ആവുകയാണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യണം? A1 ആവുകയാണെങ്കിൽ ഇവിടെ ഓട്ടോമാറ്റിക് സജഷൻ തരുന്നുണ്ട്. ഓക്കെ, ലോഗ് 1 എന്ന് പ്രിന്റ് ചെയ്യാം. ആൻഡ് നമുക്ക് ഇവിടെ 10 ആണെങ്കിലാണ്. ഓക്കെ, 10 ആണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യണം? ഇവിടെ 10 എന്ന് പ്രിന്റ് ചെയ്യണം. ഓക്കെ, ആൻഡ് നമുക്ക് ഇവിടെ ഒരു ഡീഫോൾട്ട് കണ്ടീഷൻ വയ്ക്കാം. കേസ് 1 ആവശ്യമില്ല. ഡീഫോൾട്ട് അത്. ഓക്കെ, ഇത്ര മതി. ബ്രേക്ക് കൂടി വയ്ക്കണം. ഓക്കെ, ബ്രേക്ക്. ദെൻ ഇതാണ് ശരിക്കും കിട്ടിയ കോപ്പൈലറ്റിൻ്റെ ഗുണം. നിങ്ങൾ അത്യാവശ്യം കുറച്ച് സെറ്റായിട്ട് ഈ സംഭവം യൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ പണി കിട്ടും. കാരണം ഇതിൽ പെടപെടെന്ന് പറഞ്ഞ കോഡ് ചെയ്യാം, സിമ്പിളായിട്ട് കോഡ് ചെയ്യാം. ഓക്കെ, അമ്മാതിരി യൂസാണ്. ഞാൻ നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് പാക്ക് എടുക്കുകയാണെങ്കിൽ ഈ സാധനം ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, എനിക്ക് അങ്ങനെ കിട്ടിയതാണ്. ഓക്കെ, ദെൻ നമുക്കിവിടെ Node.js റൺ ചെയ്യിക്കാം. ആൻഡ് ഇവിടെ ഡീഫോൾട്ടാണ് വർക്കായത്. ബിക്കോസ് നമ്മളിവിടെ കേസിൽ കണ്ടീഷൻ 9 ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ 10 കൊടുക്കാം. നമുക്ക് നോക്കാം. ഓക്കെ, 10 പ്രിന്റ് ആയിട്ടുണ്ട്. 10 എന്ന് പറഞ്ഞ കണ്ടീഷൻ റെഡി ആയിട്ട് പ്രിന്റ് ആയിട്ടുണ്ട്. ആൻഡ് നമുക്ക് ഈ ബ്രേക്ക് ഇവിടെ എടുത്ത് കളഞ്ഞാൽ എന്തുണ്ടാവും? ഓക്കെ, ഈ 2 കഴിഞ്ഞിട്ടുള്ള ബ്രേക്ക് കളഞ്ഞാൽ എന്ത് ഉണ്ടാവും എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ബിക്കോസ് നിങ്ങൾക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുമ്പോൾ ഡൗട്ട്സ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ ബ്രേക്ക് ഇവിടെ കളഞ്ഞു കഴിഞ്ഞാൽ നോർമൽ 2 and 10 പ്രിന്റ് ആവും. ആദ്യം ഇവിടേക്ക് വരും. ആൻഡ് ഇവിടെ ബ്രേക്ക് വരുന്ന വരെ ഈ സാധനം പ്രിന്റ് ചെയ്ത് പോകും. ആൻഡ് ബ്രേക്ക് വരുമ്പോഴാണ് ജസ്റ്റ് ഇത് ഔട്ട് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നോർമൽ സ്വിച്ച് സംഭവങ്ങളൊക്കെയാണ്. നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഒരു ഫോർ ലൂപ്പ് കൂടി നോക്കാം. ഫോർ ലൂപ്പ് നോക്കിയിട്ട് ഈ സംഭവം ബേസിക്സ് നമുക്ക് അങ്ങോട്ട് നിർത്താം. ഓക്കെ, അപ്പോൾ ഫോർ ലൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർ var I is equal to 0, I less than 10 മതി അല്ലേ? I ++. ഓക്കെ, കൺസോൾ ഓഫ് I നമുക്ക് ഇവിടെ പ്രിന്റ് ചെയ്യിപ്പിക്കാം. ഓക്കെ, 0 തൊട്ട് 9 വരെയുള്ള ഔട്ട്പുട്ട് കിട്ടുന്നതായിരിക്കും. ആൻഡ് നമുക്കിവിടെ 1 തൊട്ട് 10 വരെ കിട്ടാനാണെങ്കിൽ ഇങ്ങനെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇട്ട് കൊടുക്കാം. അപ്പോൾ 1 തൊട്ട് 10 വരെ കിട്ടുന്നതായിരിക്കും. സിമ്പിളാണ്.